മാതൃവേദി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അറിയാം, അമ്മമാരുടെ ഒരു വേദി. അത് നമുക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നമ്മുടെ ഇൻഫന്റ് ജീസസ് ജ്ഞാനായ കാത്തലിക് റോസപ്പച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ജോളി ചേച്ചി ആദ്യം ഇതിനെപ്പറ്റി ഒരു വാക്ക് നമ്മളോട് പറയുന്നതായിരിക്കും. വീട്ടിലൊക്കെയുള്ള മാതൃവേദികളെ, ഇടവകകളിലെ മാതൃവേദിയുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെയും ഒരു മാതൃവേദി ആരംഭിക്കണമെന്ന്. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഇന്ന് അത് നമ്മുടെ ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കിത് നടത്തുവാൻ സാധിച്ചു. അതും ഒരു പ്രത്യേക ദിവസത്തിൽ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇത് നടത്തുവാനും ഇത് തുടങ്ങുവാനും ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾ നൽകുന്നു. ഇൻഫന്റ് ജീസസ് ഇടവകയെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ദിവസമാണ്. അതിന് കാരണം ഇവർക്കൊരു വേദി ഒരുക്കപ്പെട്ടു എന്നതിനേക്കാൾ ഇനി ഈ ഇടവകയെ ഇവർ തോളിലേറ്റിക്കോളും എന്ന എൻ്റെ പ്രതീക്ഷയാണ് അതിൻ്റെ കാരണം. ഇനിയിപ്പോൾ എനിക്ക് എപ്പോഴും വേണമെങ്കിലും അമ്മമാരോട് പറയാം, ഇതങ്ങ് ചെയ്തേക്ക് എന്നുള്ള ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ എൻ്റെ കുറേ ജോലിയെങ്കിലും കുറഞ്ഞു കിട്ടി എന്നുള്ള ഒരു ആനന്ദവുമാണ് എനിക്ക് ഇത് തുടങ്ങിയപ്പോൾ ഉള്ളത്. ഇനിയും എൻ്റെ തലയിൽ ഉദിക്കുന്നതും നിങ്ങളുടെ തലയിൽ ഉദിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് പറ്റട്ടെ. നമ്മുടെ കാർന്നോന്മാർ കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ നിവർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ജ്ഞാനായത്വം എന്ന് ഉറക്കെ പറയാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഈ ജ്ഞാനായത്വം അതിൻ്റെ തനിമയിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് എല്ലാ അമ്മമാർക്കുമാണ് സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയം എന്ന് പ്രാർത്ഥന ചൊല്ലിച്ചതോ ഒന്നും അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഒന്നും അല്ല, അമ്മമാരാണ്. അപ്പം ആ ഒരു വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഈ മാതൃവേദി ഈ ഇടവകയുടെ അല്ലെങ്കിൽ എൻ്റെ ഭാരം കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ അടുത്ത തലമുറയെ അതിൻ്റേതായ എല്ലാ മഹത്വത്തോടും എല്ലാ വിശുദ്ധിയോടും കൂടി നമുക്ക് വാർത്തെടുക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.